അടുത്ത 10 വർഷത്തേക്ക് എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥയെന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്. അതിന് വ്യക്തമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് വൻ യുദ്ധങ്ങളൊന്നും ലോകത്തിൽ ഒരു 10 വർഷത്തേക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ചെറിയ ചെറിയ ക്ലാഷുകൾ അതുപോലെ ഉണ്ടാകും. ഇപ്രാവശ്യം ഉണ്ടതുപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധം പോലുള്ള വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ ഏറ്റുമുട്ടലുകളും നിങ്ങൾക്ക് തുടർക്കഥയായിട്ട് നടന്നുകൊണ്ടിരിക്കുമെങ്കിൽ പോലും വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊണാൾഡ് ട്രംപ് എന്നൊരു ഒറ്റ ഉത്തരവ്. ഡൊണാൾഡ് ട്രംപ് ലോകത്തിൽ ഉള്ള ഇനിയൊരു 5-8 വർഷവും കൂടി അമേരിക്കയുടെ അമരസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ആത്മാവിൽ പ്രചോദനമായിട്ട് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്തിൽ വലിയ യുദ്ധങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴാണ് ഒരു തീരുമാനമെടുക്കുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല, അമേരിക്കക്കാർക്ക് പോലും അറിയത്തില്ല. കാരണം ഇപ്രാവശ്യം B2 ബോംബറുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഇറാനെ ആക്രമിക്കാനെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിലെടുത്ത തീരുമാനമാണ്. ഒരു റബി പറഞ്ഞു, നിങ്ങളൊരു ദൈവദൂതനാണ്, നിങ്ങളെ ദൈവം അയച്ചിരിക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം നടത്തിയില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായി മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് കർത്തവ്യം നടത്തണമെന്നൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒന്നും ചിന്തിക്കാതെ B2 ബോംബറുകളെയും ഇറാനിലേക്ക് അയക്കുകയത്. ഈ സംഭവങ്ങളൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നല്ല ലോകത്തിനെല്ലാവർക്കും അറിയാം. കാരണം ഡൊണാൾഡ് ട്രംപിനകത്താണ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പം തോന്നുന്ന കാര്യങ്ങളെ അയാൾ ചെയ്യുള്ളൂ. ആരെങ്കിലും അയാളെ ഒന്ന് പൊക്കി അടിച്ചു കഴിഞ്ഞാൽ അയാൾ പൊങ്ങി മറിഞ്ഞു വീഴും. ഒരു പാസ്റ്റർ, അതുമല്ലെങ്കിൽ ഒരു ദൈവദാസൻ, അതുമല്ലെങ്കിൽ ഒരു റബി, ആരെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങളൊരു വലിയ വ്യക്തിയാണ്, നിങ്ങളൊരു പ്രവാചകനാണ്, നിങ്ങൾ ദൈവം അയച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് പൊങ്ങി ചാടുന്ന അണുബോംബ് വരെ എടുത്തിടാൻ മടിക്കാത്ത ഒരു വ്യക്തിയാണ് റൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരു റിവ്യൂ പറഞ്ഞാൽ മതി, നിങ്ങളെ ദൈവം അയച്ചിരിക്കുകയാണ്, ഇന്നയാളുടെ മേലെ ഒരു അണുബോംബ് ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ചെയ്യാൻ മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റൊണാൾഡ് ട്രംപ് ഈ ലോകത്തിലുള്ള എത്രയും കാലം വലിയ കാര്യമായിട്ടുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടമല്ല. ചെറിയ ചെറിയ ക്ലാഷിംഗ് ഉണ്ടാകും. അതൊക്കെ ചെറിയ തോതിൽ തന്നെ പരിഹരിച്ചു പോകും. വൻ തോതിലൊരു യുദ്ധം നടത്തുവാനായിട്ട് ആരും തയ്യാറായില്ല. കാരണം അമേരിക്കയുടെ പവറുകൾ എല്ലാവർക്കും അറിയാം. ഇപ്പം ഏതാണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞു. B2 ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ബങ്കർ ക്ലസ്റ്റർ ബോംബുകളുടെ പരിണിത ഫലം എന്താണെന്ന് ലോകത്തിലെല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. അത്രയും ശക്തമായ ബോംബുകളൊന്നും ലോകത്തിൽ ആർക്കും ഇന്നും നിലവിലില്ല. അമേരിക്കയുടെ പവർ എല്ലാവർക്കും കണ്ടു, ഞെട്ടി. 13,000 കിലോ ഉള്ള ബോംബുകളൊക്കെ ഇത്രയും ദൂരത്തിൽ ഒരു റഡാറിൽ പോലും, ഈവൻ റഷ്യയുടെ റഡാറിൽ പോലും വഴിയാതെ അതുകൊണ്ട് ഇട്ടു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അതാണെന്ന് പറയുന്നത് റൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പവറിനെ ആർക്കും നിസ്സാരവൽക്കരിച്ച് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അമേരിക്ക ലോകത്തിൽ ഇന്നും വൻശക്തി തന്നെയാണ്. അപ്പം അമേരിക്കയുടെ അനുവാദം ചോദിക്കാതെ ആരെങ്കിലും പോയി ഓടിക്കുന്ന യുദ്ധം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ തലയിൽ ഇതുപോലത്തെയുള്ള ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളായിരിക്കും വീഴാൻ പോകുന്നതെന്ന് ലോകത്തിനറിയാം. അതുകൊണ്ട് തന്നെ റൊണാൾഡ് ട്രംപ് ഉള്ള അത്രയും കാലം ലോകത്തിൽ ഇനി ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്.